ജോലിയിലോട്ട് കയറുവാണ്. സോ അത് കയറുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും ഞാൻ ഇതിനല്ല പ്രിപ്പയർഡ് ആയിട്ടുള്ളത്, എനിക്കിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് കുറേ പേര് 9 to 5 ജോബ്സ് ക്വിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോലി വിട്ട് വേറെ വേറെ സ്ഥലങ്ങളിൽ പോകുന്നത്. സോ നമുക്ക് പറ്റിയ ഒരു എൻവയൺമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് പറ്റിയ രീതികൾ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റും, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളെ ഡ്രീം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റിയൊരു ടൈമാണ് നിങ്ങളുടെ 20s. കാര്യം നമുക്ക് ആ സമയത്ത് നടുവേദനയോ കണ്ണുവേദനയോ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ഒരു 40s നമുക്കത് വരുന്നത്. സോ അതൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ 20s ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഫ്യൂച്ചറിലും നമ്മൾ അങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാനും നമ്മുടെ ആ ഒരു അൺകംഫർട്ടബിൾ ഫീലിങ്ങിൻ്റെ ഒപ്പം നമ്മൾ ഇരിക്കാനും ഒക്കെ പഠിക്കുന്നത് 20s. അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ തകർന്നു പോകാതിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ലവ് റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ഇന്ന് പിരിച്ചു വിട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂസിൽ പോയപ്പോൾ റിജക്റ്റഡ് ആയിട്ടുണ്ടാകും, തോൽവികൾ സംഭവിച്ചിട്ടുണ്ടാകാം, എക്സാംസ് നമ്മൾ വിചാരിച്ച രീതിയിൽ സക്സീഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം. ഈ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാവും അല്ലേ, നമ്മൾ തോറ്റുപോയോ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും നമ്മൾ തന്നെ സെൽഫ് വർത്തിനെയൊക്കെ. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനു വേണ്ടി പഠിക്കുന്നത്, അതെല്ലാം നമ്മളുടെ ഫ്യൂച്ചറിലുള്ള നമ്മുടെ എല്ലാ തകർച്ചകളെയും നമ്മുടെ എല്ലാ അൺകംഫർട്ടബിൾ ഫീലിങ്സിനെയും ഡീൽ ചെയ്യുന്ന രീതിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അത് ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് എടുക്കാൻ പറ്റണം. അത് 20s നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് നമ്മുടെ റിലേഷൻഷിപ്സ് ആണ്. അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. നമ്മൾ കോളേജിൽ നിന്ന് ജോലിയിലോട്ട് കയറുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്സിൽ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ ക്വാണ്ടിറ്റി ആയിരിക്കില്ല, ക്വാളിറ്റി ആയിരിക്കും മാറ്റർ ചെയ്യുന്നത്. അന്നുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കണം എന്നില്ല ഇന്ന്. അവർ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അന്ന് ആ ഒരു പ്രോക്സിമിറ്റി കാരണം നമുക്കുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പും ലവും ഒക്കെ നഷ്ടപ്പെട്ടും പോകാം. നമ്മളുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യാം, നമ്മളുടെ പ്രിഫറൻസസ് മാറാം. സോ ഇതെല്ലാം നമ്മൾ നോക്കി നമ്മൾ ക്വാളിറ്റിയിലോട്ട് വരുന്ന, നമ്മൾക്ക് ശരിക്കും നമ്മുടെ കൂടെ